Hi, Namaste, welcome back viewers, welcome back to my channel Trader. ഓപ്ഷൻസിൽ ആക്യുറേറ്റ് ആയിട്ട് ട്രേഡ് എങ്ങനെ എടുക്കാം? ഇന്നത്തെ കണ്ടിന്യൂഷൻ മാർക്കറ്റ്, നിഫ്റ്റിയുടെ കണ്ടിന്യൂഷൻ മാർക്കറ്റ് ആണ് ഇന്ന് പോയത്. ഇന്നെന്ന് പറഞ്ഞാൽ നമുക്ക് 20th നവംബറിലെ പെർഫോമൻസ് ആണ്. ഇന്ന് കഴിഞ്ഞ ദിവസം, അതായത് 2 ദിവസമായിട്ട് നിഫ്റ്റി ബൈയിലാണ്. അപ്പോൾ ഇന്നലെ വന്ന ബൈയുടെ കണ്ടിന്യൂഷൻ ആയിട്ട് മോർണിംഗിൽ നമുക്ക് ബ്രേക്ക് ഔട്ട് എഗെയിൻ മാർക്കറ്റ് മേളിലേക്ക് പോവാണ് ചെയ്യുന്നത്. അവിടുന്ന് ഓപ്ഷൻസിൽ 26,100 നമുക്ക് കോൾ ഓപ്ഷൻ നല്ല രീതിയിൽ മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോർണിംഗിൽ നമുക്ക് ബ്രേക്ക് 132 പോയത് നല്ലൊരു ഹൈക്ക് മാർക്കറ്റ് മേളിൽ പോയി 232 വരെ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ മാർക്കറ്റ് ഡൗണിലേക്ക് ഇറങ്ങി. നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഡൗൺ സൈഡിലേക്ക് ചാൻസ് തന്നിട്ടുണ്ട്, പക്ഷെ അവിടെ കൺഫേം അല്ല. അപ്പൊ നമുക്ക് കണ്ടിന്യൂഷൻ മാർക്കറ്റ് ആണെങ്കിലും നമുക്ക് ഇപ്പോൾ പുതിയ എൻട്രി തന്നാൽ ആക്യുറേറ്റ് എൻട്രി എങ്ങനെ കണ്ടുപിടിക്കാം, അതിൽ ഡൗൺ സൈഡ് അതായത് ഫേക്ക് അപ്പ് ഡൗൺസ് എങ്ങനെ തിരിച്ചറിയാം, എക്സിറ്റ് ലെവൽ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ഓപ്ഷൻസിന്, അതായത് നിഫ്റ്റിയുടെ ലൈവിലൂടെ കാണിക്കുകയാണ്. സിമ്പിൾ ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജിയാണ് നമ്മുടെ നിഫ്റ്റിയുടെ ചാർട്ട്. അപ്പോൾ ഇതിന് സിമ്പിളാണ്. ഈ റെഡ് കളർ ഡൗൺ ആരുമാണ് നമുക്ക് വരുന്ന സെൽ ഇൻഡിക്കേഷൻ, ഗ്രീൻ കളർ അപ്പ് ആരുമാണ് ബൈ ഇൻഡിക്കേഷൻ. നമ്മുടെ ഈ ലേറ്റസ്റ്റ് വേർഷന്റെ പെർഫോമൻസ് ആണ് ഈ കാണിക്കുന്നത്. ലേറ്റസ്റ്റ് വേർഷൻ 8.1ന്റെ പെർഫോമൻസ് ആണ്. അപ്പോൾ ഇതിനകത്ത് സിഗ്നൽ വരുന്ന സമയത്ത് ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് റെഡ് കളർ ഡൗൺ ആരാണ് തരുന്നതെങ്കിൽ നമുക്ക് സിഗ്നൽ വരുമ്പം ക്യാൻഡിൽ കളർ റെഡും താഴത്തെ കൺഫർമേഷൻ ബാർ റെഡും വരണം. ഇത് രണ്ടും ഓക്കെ ആണെങ്കിലാണ് നമുക്ക് നെക്സ്റ്റ് കഴിഞ്ഞ ഓപ്പണിംഗ് റേറ്റിൽ ട്രേഡ് എടുക്കുക. ഇപ്പൊ ഇവിടെ ഇതിന് മുമ്പ് വന്ന പൈസ, അതായത് നമുക്കൊരു പുതിയ സിഗ്നൽ വരുമ്പോൾ ഇപ്പൊ ബൈ ആണെങ്കിലും ഇതേപോലെ ക്യാൻഡിൽ ഗ്രീനും താഴെ കൺഫർമേഷൻ ബാർ രണ്ടും ഗ്രീൻ വന്നാലേ എടുക്കാൻ പറ്റും. ഇവിടെ സെൽ കൺഫേം അല്ല. ഇപ്പൊ കാണിച്ചിരിക്കുന്ന കളർ അവിടെ ഓറഞ്ചും അതേപോലെ താഴത്തെ ബാർ കളർ രണ്ടും സെയിം ആകത്തോണ്ട് അവിടെ ട്രേഡ് നമുക്ക് എടുക്കാൻ പറ്റില്ല. പക്ഷെ ഇവിടെ നമുക്ക് ബൈ പൊസിഷൻ നമുക്ക് അവിടെ എക്സിറ്റ് അടിക്കാം. നമുക്ക് അവിടെ സെൽ പോർഷൻ എടുക്കാറായിട്ടില്ല. സെല്ലാണ് കൺഫർമേഷൻ വരണം, എന്നാലേ നമുക്ക് ആ ട്രേഡ് പിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇന്നത്തെ നിഫ്റ്റിയുടെ പെർഫോമൻസിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസം വന്ന ബൈ സിഗ്നൽ, അതായത് നമുക്ക് 19th വന്ന ബൈയുടെ കണ്ടിന്യൂഷൻ ആണ് പോയത്. ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയപ്പോൾ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ആയ ശേഷം നമുക്ക് മാർക്കറ്റ് റെസിസ്റ്റൻസ് കട്ട് ചെയ്തത്, മാർക്കറ്റ് കുറച്ച് ഇറങ്ങിയിട്ട് പിന്നെ ബ്രേക്ക് ചെയ്ത് കയറുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ബ്രേക്ക് ഔട്ട് നമുക്ക് നെക്സ്റ്റ് ലെവല് റെസിസ്റ്റൻസിനെ കട്ട് ചെയ്യുമ്പോൾ ട്രേഡ് എടുക്കാം. ആ സമയത്ത് നമുക്ക് സോഫ്റ്റ് ഇവിടെ റീഎൻട്രി സെഷൻ ആയിട്ട് തരും. അഥവാ റീഎൻട്രി സെഷൻ തന്നില്ലെങ്കിൽ നമുക്ക് റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്യുമ്പോൾ എടുക്കാം. റെസിസ്റ്റൻസ് സ്ട്രോങ് ആണെങ്കിലും സ്ട്രോങ് ബ്രേക്ക് ഔട്ട് ചാൻസ് ഉണ്ട് നമുക്ക് അവിടെ സൂചിപ്പിക്കും. അപ്പം സോഫ്റ്റ് മോർണിംഗിൽ തന്നെ നമുക്ക് അവിടെ സ്ട്രോങ് ബ്രേക്കിന് ചാൻസ് ഉണ്ട് അവിടെ സൂചിപ്പിച്ചിരുന്നു. അവിടുന്ന് മാർക്കറ്റ് നല്ല രീതിക്ക് ബ്രേക്ക് ചെയ്തു. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് മാർക്കറ്റ് 2:30 മുമ്പ് വരെ മാർക്കറ്റ് നല്ലൊരു അപ്ട്രെൻഡ് ആയിരുന്നു, നല്ല റിട്ടേൺസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഓപ്ഷൻസിൽ നമുക്ക് ആ സമയത്ത് നമുക്ക് അറ്റ് ദ മണി നമ്മുടെ മാർജിൻ പോലെ നമുക്ക് ഓപ്ഷൻ ആഡ് ചെയ്യാം. അതിൽ ഇവിടെ നമുക്ക് ഓപ്ഷന്റെ പ്രീമിയം ചാർട്ട് ഇവിടെ വ്യൂവിന്റെ സിമ്പിൾസ് ഇപ്പോൾ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 26,100 കോൾ ഓപ്ഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ ദിവസം വന്ന ബൈയുടെ കണ്ടിന്യൂഷൻ പോയി. പിന്നെ മാർക്കറ്റ് മോർണിംഗിൽ ബ്രേക്ക് പോയത് 132ലാണ്. അവിടുന്ന് മാർക്കറ്റ് മോർണിംഗിൽ തന്നെ, അതായത് ആ ബ്രേക്കിൽ തന്നെ അപ്രോക്സിമേറ്റ് 161 വരെ പോയി ചെറുതായിട്ട് മാർക്കറ്റ് ഇറങ്ങി. പിന്നീടാണ് പിന്നെ ബ്രേക്ക് ചെയ്ത് പിന്നെ മാർക്കറ്റ് കയറുക തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ നല്ല റിട്ടേൺ. ഇപ്പൊ ലാസ്റ്റ് വന്ന ബ്രേക്ക് ഔട്ട് ചെയ്യുന്ന നോക്കട്ടെ, അപ്രോക്സിമേറ്റ് 1.25 ശേഷം വന്ന് ബ്രേക്ക് ചെയ്യുന്ന 176 ബ്രേക്ക് ചെയ്ത് കയറി അപ്രോക്സിമേറ്റ് 231 വരെ നല്ല കയറ്റം കയറിയിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് ആദ്യത്തെ ട്രേഡ് മിസ് ആകുന്ന അടുത്ത ബ്രേക്കിലും നമുക്ക് പിടിക്കാം. ഇവിടെയൊക്കെ നമുക്ക് സോഫ്റ്റ് റീഎൻഡ് തരും. ഇവിടെയൊക്കെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ സോഫ്റ്റ് പണി, കാരണം താഴത്തെ കൺഫർമേഷൻ ബാർ ഗ്രീൻ ആയതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് ആ ട്രേഡ് ഹോൾഡ് ചെയ്യാം. ഇതേപോലെ ഈ സ്ട്രാറ്റജി കാണിച്ചിരിക്കുന്ന പോലെ 8 ടൈപ്പ് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. നമുക്ക് ഇതിനകത്ത് ക്യാൻഡിൽ വേർഷൻ ആണ്, ക്യാൻഡിൽ സ്റ്റിക്ക് സെറ്റ് ചെയ്യാം, അതേപോലെ ബാർ ചാർട്ട് സെറ്റ് ചെയ്യാം, ഇതേപോലെ 7th വേർഷൻ, അങ്ങനെ പല ടൈപ്പ് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. ഇതിൽ ഏത് ടൈപ്പ് നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതുപോലെ 5th സ്ട്രാറ്റജി ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിൽ ഓരോ നമുക്ക് ചാർട്ടും എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള 8 ടൈപ്പാണ് അവൈലബിൾ. 2 സ്കാനിന്റെ യൂസ് എന്ന് പറഞ്ഞാൽ ട്രെൻഡ് തിരിച്ചറിയാം. അതായത് ഒരുപാട് സ്റ്റോക്കിൽ നമ്മൾ എടുക്കുന്നവർക്ക് സ്റ്റോക്കിൽ കൺഫ്യൂഷൻ ഇല്ലാതെ ട്രേഡ് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്കാനർ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ രാവിലെ മോർണിംഗിൽ ട്രേഡ് നോക്കുകയാണെങ്കിൽ LTIM നല്ലൊരു ബ്രേക്ക് പോയിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് രാവിലെ മോർണിംഗിൽ മൈൻഡ്ഷിൽ നല്ലൊരു ബ്രേക്ക് പോയിട്ടുണ്ട്. ഇപ്പൊ HCL ടെക്നോളജി മോർണിംഗിൽ കഴിഞ്ഞ ദിവസം നല്ലൊരു ബൈ ട്രെൻഡ് വന്നു, രാവിലെ കുറച്ച് നാളിറങ്ങി, രാവിലെ പ്രോഫിറ്റ് കിട്ടി. അപ്പൊ ഇതുപോലത്തെ ട്രേഡുകൾ നമുക്ക് ട്രെൻഡ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമുള്ള സ്കാനറിൽ നമുക്ക് മാർക്കറ്റിൽ ലൈവ് നടക്കുന്ന സമയത്ത് നമുക്ക് ട്രെൻഡ് കറക്റ്റായിട്ട് തിരിച്ചറിയാൻ പറ്റും. അവിടെ നമുക്ക് കറക്റ്റായിട്ടൊരു ബൈ ട്രേഡോ സെൽ ട്രേഡ് നമുക്ക് കറക്റ്റ് തിരിച്ചറിഞ്ഞ് നമുക്ക് ട്രേഡ് എടുക്കാൻ വളരെ എളുപ്പമുള്ള സ്ട്രാറ്റജിയാണ്. വളരെ എളുപ്പമുള്ള സ്ട്രാറ്റജി സ്കാനറാണ്. അപ്പൊ ഇതിനകത്ത് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ലൈവിൽ ചെക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.